I want the ayah. I want the verse right now. Are you apologizing? ഇന്റർനെറ്റ് കാരണം ഇസ്ലാം തകർന്നു പോകും, 2030-നുള്ളിൽ ഇസ്ലാം ലോകത്ത് ഇല്ലാണ്ടായി പോകും എന്ന് നിരന്തരം വിളിച്ചു പറയുകയും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇസ്രായേലിന് വേണ്ടി യാതൊരു നാണവും ഇല്ലാതെ നിരന്തരം ശബ്ദിക്കുകയും ചെയ്യുന്ന ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുള്ള ഒരു ചങ്ങാതി, അദ്ദേഹം ലണ്ടനിൽ ചെന്ന് അവിടെ വെല്ലുവിളിച്ചത് ഓർമ്മയുണ്ടായുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. ലണ്ടനിൽ ഭയങ്കര കോൺഫിഡൻസോടുകൂടി ആരിഫ് ഹുസൈൻ, ഇസ്ലാമിനെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ, ഭയങ്കര കോൺഫിഡൻസോടുകൂടി അവിടെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ പെട്ടതേ ഓർമ്മയുണ്ടായിട്ടുള്ളൂ. ഖുർആനിൽ മക്കളെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന വചനമുണ്ട് എന്ന് പുള്ളിക്കാരൻ തള്ളിവിട്ടു. അവിടെയുള്ള ആളുകൾ കയ്യോടെ പിടികൂടി. അങ്ങനെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഖുർആൻ ആയത്ത് കാണിച്ചതാ. ഖുർആനിൽ എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം കുറെ സമയം ഫോൺ നോക്കി, ChatGPT നോക്കി, ഒരു തുമ്പും വാലും കിട്ടുന്നില്ല. അപ്പം എല്ലാം നൈസായിട്ട് മുങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു കള്ളം തട്ടിവിട്ടു, നെറ്റ് കിട്ടുന്നില്ല. അപ്പോഴേക്ക് ഇവർ പറഞ്ഞു, ഇന്റർനെറ്റ് ഇവിടെ ഉണ്ട്, ChatGPT ഞങ്ങൾ എടുത്തേണ്ടത് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ നെറ്റ് ഞങ്ങൾ ഓണാക്കി തരാം. പുള്ളിക്കാരൻ ഒരു വിധം അവിടെ നിന്ന് എങ്ങനെയോ തടിയെടുത്ത് ഓടിക്കഴിച്ചില്ല. ഇതാണ് യുക്തിവാദ വിമർശകരുടെ, എത്തിസ്റ്റുകളുടെ മുഴുവൻ വാദങ്ങളുടെയും സ്ഥിതി. ഇതാണ്. ഇല്ലാത്ത ആരോപണങ്ങൾ അങ്ങ് തള്ളിവിടുക, ഇല്ലാത്ത ആരോപണങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞുണ്ടാക്കാം. ഇവിടെ ക്യാഷ് കിട്ടിയിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഉടായ്പകളാണ്. ഇമാതിരി ആളുകളുടെ വർത്താനം കേട്ടിട്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ കല്ലെറിയുന്നത്. ഇസ്ലാം നകന്നു പോയതെങ്കിൽ ഹിദായത്ത് വേണോ, പരലോകം വേണോ, ആഖിബത്ത് നന്നാകണോ, ആഖിറം രക്ഷ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളി. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഓടിക്കും.